ഹായ് മക്കളെ, നമ്മളിന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ആമുഖങ്ങളൊന്നും ഇല്ലാതെ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുണ്ടെന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുക. ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അടുത്ത വർഷം നീറ്റോ ജെഇഒ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ CM അക്കാഡമി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. 5000 രൂപ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറ്റ് ബുക്ക് ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, കൂടുതൽ കഥയൊന്നും പറയണില്ല. കോംപ്ലക്സ് ക്രോമിയം H2O5 ടൈംസ് ClBr ആൻഡ് ക്രോമിയം H2O5 ടൈംസ് BrCl ഷോസ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലെവൽ 2 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചതാണ്. എടാ, ഉള്ളിലും പുറത്തുള്ള അയോൺസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഐസോമർ ഏതാണ്? അയോണൈസേഷൻ ഐസോമറുകളാണ്. ശരിയല്ലേ എടാ? അയോണൈസേഷൻ ഐസോമർ കിട്ടാൻ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലും പുറത്തുള്ള അയോൺസിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. കോംപ്ലക്സ് FeC ഓഫ് എക്സ് ടൈംസ് ദി വാല്യൂ ഓഫ് എക്സ് ഈസ്. എടാ, ഇത് വളരെ പ്രസിദ്ധമായ ഒരു കോമ്പൗണ്ടാണ്. 2-3 കാർബണൈലുകളുടെ ചിത്രം നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? NCERTയിൽ തന്നിട്ടുണ്ട്. അയേണ് കാർബണൈലുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ, കാർബണൈൽ എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്, അയാളുടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ് എന്നുള്ളത് ഫിക്സ്ഡ് കോർഡിനേഷൻ നമ്പറാണ്, അത് മാറൂല. അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. 5 ആണ് എന്ന് പറഞ്ഞാൽ അയേണിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ എണ്ണം 5 ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ FeCO5 ടൈംസ് എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ ഫോർമുല ഉണ്ടാവുക. അത് പ്രത്യേകം പഠിച്ചു വെക്കേണ്ട ഒരു കോമ്പൗണ്ടാണ്. ഇയാൾ ഹോമോന്യൂക്ലിയർ ആണോ, മോണോന്യൂക്ലിയർ ആണോ, പോളിന്യൂക്ലിയർ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് മോണോന്യൂക്ലിയർ ആണ്. അതുകൂടി അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. മോണോന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട് എന്നാണ് ചോദ്യം. ഒരു സെൻട്രൽ മെറ്റൽ ആറ്റേ ഉള്ളൂ. നേരെ മറിച്ച് Mn2CO10 ടൈംസ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ. Mn2CO10 ടൈംസ് മാംഗനീസ് 2 CO10 ടൈംസ്, ഇതും കാർബണൈലാണ്. ഇവിടെ 10 ലിഗാൻഡ് ഉണ്ട്, 2 സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്. ഇത് മോണോന്യൂക്ലിയർ അല്ല, ഇത് ബൈന്യൂക്ലിയർ ആണ്. അപ്പോൾ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എത്ര സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട് എന്നാണ്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നാണ്. ഫ്രം ദി സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂസ് ആണ് ഗിവൺ ബിലോ. പ്രെഡിക്റ്റ് വിച്ച് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ലിഗാൻഡ്. എടാ, സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. അപ്പോൾ K ആർക്കാണോ കൂടുതൽ അയാൾക്കാണ് സ്റ്റെബിലിറ്റിയും കൂടുതൽ. വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. 4.5 × 10⁻11, 2 × 10⁻27, ഇവിടെ 15, ഇവിടെ 8. സോ ഓപ്ഷൻ ബി. ഏറ്റവും കൂടുതൽ Kയുടെ വാല്യൂ ഉള്ളത്, പവറാണ് ആദ്യം നോക്കേണ്ടത്, ആരാണോ അയാളാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്. സ്ട്രോങ്ങസ്റ്റ് ലിഗാൻഡ് ആരാണ്? എടാ, ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിൽ നിന്ന് സ്ട്രോങ്ങസ്റ്റ് ലിഗാൻഡിനെ കണ്ടെത്താനാണ്. കുഞ്ഞേ, സ്റ്റെബിലിറ്റി കൂടുന്നത് എപ്പോഴാണ്? സ്റ്റെബിലിറ്റി കൂടുന്നത് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് കൂടുമ്പോഴാണ്. ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ ആ ലിഗാൻഡ് നല്ല സ്ട്രോങ് ലിഗാൻഡ് ആവുക എന്നാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഇയാളാണ് മനസ്സിലായി. അതുകൊണ്ട് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ലിഗാൻഡ് ഉള്ളത് സയനൈഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് സയനൈഡ് ആണെന്ന് മനസ്സിലാക്കുക. Mn2CO10 ടൈംസ് ഈസ് ആൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ഡ്യൂ ടു പ്രസൻസ് ഓഫ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ടാണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കാർബണും ഒരു മെറ്റലും തമ്മിൽ ബോണ്ട് ഉണ്ടാവണം. അതിന് എക്സാമ്പിളാണ്. അപ്പോൾ പരിപാടി ഇവിടെ തന്നെ തീർന്നു. ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് മാംഗനീസാണ്. അത് ആരോട് ബോണ്ട് ഉണ്ടാക്കണം? കാർബണിനോട് ബോണ്ട് ഉണ്ടാക്കണം. അങ്ങനത്തെ കോമ്പൗണ്ടുകളാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. അതിന് എക്സാമ്പിളാണ് RMgX, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഓർമ്മയില്ലേ? അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ R എന്ന് പറയുന്നത് കാർബണാണ്. അത് മഗ്നീഷ്യം എന്ന മെറ്റലിനോട് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് വേറൊരു എക്സാമ്പിളാണ് R2CD, ഡൈ ആൽക്കിൽ കാഡ്മിയം എന്ന് പറയുന്ന ആൾ. വേറൊരു എക്സാമ്പിളാണ് ഫെറോസീൻ എന്ന് പറയുന്ന ആൾ. ഫെറോസീൻ ആരാന്ന് അറിയാം നിങ്ങൾക്ക്? C5H5 ട്വൈസ് Fe എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അപ്പോൾ ആദ്യത്തിൽ Fe പറയാം. FeC5H5 ട്വൈസ് എന്ന് പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടാണ് ഫെറോസീൻ എന്ന് പറയുന്നത്. ഈ C5H5 എന്ന് പറയുന്ന ആൾക്ക് -1 ചാർജ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ -2 ആയി. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അപ്പോൾ അവിടെ +2 എന്ന് വരും ഫെറോസീനിൽ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ കാർബണും മെറ്റലും തമ്മിലുള്ള ബോണ്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പേര് പറയുക. മെറ്റൽ കാർബണൈലുകളെല്ലാം, ഓർഗാനിക് കോമ്പൗണ്ടിലെ മെറ്റൽ കാർബണൈലുകളെല്ലാം ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടുകളാണ്. കാരണം അവിടെ മെറ്റലും കാർബണും തമ്മിൽ ബോണ്ടുണ്ട്. ട്രൈ ഓക്സിലേറ്റോ അലുമിനേറ്റ് 3 ആൻഡ് ടെട്രാഫ്ലൂറൈഡോ ബോറേറ്റ് 3 എന്ന് പറയുന്ന
അയോൺസ് ഏതൊക്കെയാണ്? എടാ അലുമിനേറ്റ് എന്ന് കാണുമ്പോൾ തന്നെ ആദ്യത്തെ ആൾ ആനയോണിക് കോംപ്ലക്സ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എ അല്ല, കാരണം ആദ്യത്തെ ആൾക്ക് ചാർജ് കൊടുത്തിട്ടില്ല. ബി അല്ല, കാരണം ആദ്യത്തെ ആൾക്ക് പോസിറ്റീവ് ചാർജാണ്. സി ആവാം, പിന്നെ ഡി ആവാം. ഇനി അതിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അലുമിനിയം 3 ആണെന്ന് ഉറപ്പിച്ചാൽ മതി. ഒന്നാമത്തെ ആളെടുത്ത് നോക്കാം. അലുമിനിയം C2O4 3 ടൈംസ് 3- എന്ന് പറയുന്നത് അല്ലേ, അലുമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം. C2O4 ഓക്സലേറ്റ്, അയാളുടെ ചാർജ് -2, 3 വന്നാൽ -6. അപ്പോൾ അലുമിനിയത്തിൻ്റെ ചാർജ് എക്സ് എന്ന് എടുക്കുക. x - 6 = -3. സോ x = -3. അപ്പോൾ കറക്റ്റാ, എക്സിൻ്റെ വാല്യൂ 3 എന്ന് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അലുമിനിയത്തിൻ്റെ ചാർജ് -4 എന്നാണ് വരിക. അത് തെറ്റാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത് പിന്നെ നോക്കേണ്ട കാര്യമില്ല, നോക്കിയാലും തെറ്റൂല. വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്? ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടാണ്. ഈ C2H5 4 ടൈംസ് Pb ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടാണ്. കാരണം എന്താ, അവിടെ ലെഡ് എന്ന് പറയുന്ന ആളും C2H5 എന്ന് പറയുന്ന ആളിലെ കാർബണും തമ്മിൽ ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. അതേപോലെയാണ് CH3 4 ടൈംസ് SN, ടിൻ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, അയാളും കാർബണും തമ്മിൽ ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ C2H5ON എങ്ങനെയാണ് ഉണ്ടാവുക? CH3 CH2 ON ഇങ്ങനെയല്ലേ ഉണ്ടാവുക C2H5ON. ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് ഈ സോഡിയമാണ്, അയാൾ ഒരു കാർബണുമായി ബോണ്ട് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ല. ആരാണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ഈസ് DsP2 ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്? എടാ മോനെ, DsP2 ആവണമെങ്കിൽ അയാളിലെ കോർഡിനേഷൻ നമ്പർ 4 ആവണം എന്നുള്ളത് ഉറപ്പാണ്. കോർഡിനേഷൻ നമ്പർ 4 ആവണം. കാര്യം കോർഡിനേഷൻ നമ്പർ 4 ആവുമ്പോഴാണ് sp3 DsP2 ഉണ്ടാവുക. sp3 ഉണ്ടാവുക അവിടെ വീക്ക് ലിഗാൻഡ് ഉണ്ടാകുമ്പോഴും DsP2 ഉണ്ടാവുക അവിടെ സ്ട്രോങ് ലിഗാൻഡ് ഉണ്ടാകുമ്പോഴുമാണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ഉള്ള 1, 2, 3 ആൾ ഇവിടെ ഉണ്ട്. അതിൽ സ്ട്രോങ് ലിഗാൻഡ് വരുന്നത് കാർബൺ മോണോക്സൈഡ് സ്ട്രോങ് ആണ്, ഇവിടെ സയനൈഡും സ്ട്രോങ് ആണ്. പക്ഷേ ക്ലോറിൻ വീക്ക് ആയതുകൊണ്ട് ഇയാൾ എന്തായാലും അല്ല. അപ്പോൾ ഓപ്ഷൻ ബിയോ സിയോ ആയി. ഇനി അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഇതിൽ തന്നെ ചിലപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീലാകും. എന്നാൽ ഇവിടെ നമ്മൾ ഇതുവരെ വെച്ച ക്രൈറ്റീരിയ വെച്ച് 2 ഓപ്ഷനിലേക്ക് എത്തി. ഇനി ബി നമുക്കൊന്ന് എടുത്ത് ചർച്ച ചെയ്ത് നോക്കാം. നിക്കൽ CO4 ടൈംസ്. കാർബൺ മോണോക്സൈഡിന് ചാർജ് ഇല്ല, സോ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പോൾ നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 ആയതുകൊണ്ട് 4s2 3d8 എന്ന് വരും. അപ്പോൾ എസ്സിലെ 2 ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി 3Dയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ 4s0 3d10 എന്ന് വരും. എന്നാൽ പോലും 3D കംപ്ലീറ്റ്ലി ഇവിടെ ഫുള്ളായി കഴിഞ്ഞു. ഇനി അപ്പുറത്ത് 4s ഉണ്ട്, 4p ഉണ്ട്. ഹൈബ്രിഡൈസേഷൻ എടുക്കുമ്പോൾ 3D കംപ്ലീറ്റ്ലി ഫുള്ളായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹൈബ്രിഡൈസേഷൻ എടുക്കുമ്പോൾ ഈ എസ്സും പിയും മാത്രമേ കിട്ടുള്ളൂ, അഥവാ sp3 ഹൈബ്രിഡൈസേഷനെ കിട്ടുള്ളൂ, ഒരിക്കലും DsP2 കിട്ടൂല. നേരെ മറിച്ച് 4ാമത്തെ കോമ്പൗണ്ട് ആണെങ്കിൽ നോക്കിക്കോട്ടോ, Na2 നിക്കൽ Cl, സോറി 4ാമത്തല്ല 3ാമത്തെ സി ആണെങ്കിൽ നിക്കൽ Cl4 ടൈംസ് Cn 4 ടൈംസ്. സോഡിയത്തിൻ്റെ ചാർജ് +2, സയനൈഡ് -4, തമ്മിൽ കൂട്ടിയാൽ -2, സൈൻ മാറ്റിയാൽ +2, സോ നിക്കൽ +2 എന്ന് കിട്ടും. നിക്കൽ 2+ എന്ന് പറഞ്ഞാൽ 3Dയിൽ 8 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3Dയിൽ 8 ഇലക്ട്രോൺസിനെ സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയർ ചെയ്ത് എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇവിടെ തന്നെ ഒരു വാക്കൻ്റ് ഓർബിറ്റിൽ വന്നു. അപ്പുറത്തൊരു എസ് ഉണ്ട്, പിന്നെ പിയും ഉണ്ട്. സോ 4 കോർഡിനേഷൻ നമ്പർ 4 ആയതുകൊണ്ട് 4 ലിഗാൻഡിന് വരാൻ 1, 2, 3, 4 DsP2 എന്ന ഹൈബ്രിഡൈസേഷൻ പറ്റും. സോ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക എന്ന് മനസ്സിലാക്കാം. സെറ്റ് ഹാവിങ് അയോൺസ് വിച്ച് ആർ കളേർഡ് ആൻഡ് പാരാമാഗ്നറ്റിക് ബോത്ത്. എടാ കളറും ഉണ്ടാവണം, പാരാമാഗ്നറ്റിക്കും ആവണം. രണ്ടിനും നമ്മുടെ കണ്ടീഷൻ എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവണം. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവണം. കോപ്പർ 2+. എടാ Cu2+, കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29. അപ്പോൾ 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്ക്. 2ഉം 9ഉം കൂട്ടുക 11. അതിൽ നിന്ന് 2 കുറക്കുക, ബാക്കി 9. അപ്പോൾ 3D9 എന്ന് വരും. അപ്പോൾ 3Dയിൽ 9 ഇലക്ട്രോൺ വരച്ച് നോക്കിയാൽ, ഇനി ഓരോന്ന് ഞാൻ വരക്കണില്ല, 1, 2, 3, 4, 5, 6, 7, 8, 9 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇയാൾ പാരാമാഗ്നറ്റിക് ആണ്. ക്രോമിയം 3+, ഇനി ഞാനങ്ങനെ എഴുതി വിടണേ ഉള്ളൂ. ക്രോമിയം 24 ആണ്. 2ഉം 4ഉം 6, 6ന്ന് 3 പോയാൽ ബാക്കി 3. അപ്പോൾ 3D3, അതിലും അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സ്കാൻഡിയം 21 ആണ്.
അപ്പോൾ 2 1 3 3 1 പോയാൽ 2 3D2 അവിടെയും പാരാമാഗ്നറ്റിക് നേച്ചറുണ്ട്. അപ്പോൾ എല്ലാം കളേർഡുമാണ് പാരാമാഗ്നറ്റിക്കുമാണ് എന്നുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ എ. ബാക്കിയുള്ളതിൽ ഞാൻ വട്ടിടുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. Zn2+ ചിന്തിച്ചു നോക്കിയേ. Zn2+ഉം കോപ്പർ പ്ലസും ഇത് രണ്ടിലും അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d10 എന്നാണല്ലോ. അപ്പോൾ 1 പോയി കഴിഞ്ഞാൽ ആ 4sൽ നിന്ന് 1 പോയി 3d10. സിങ്കിലും അതെ 4s2 3d10 ചെയ്ത് നോക്കിയാൽ മതി. സ്കാൻഡിയം 3+ൽ ഇലക്ട്രോണേ ഇല്ല. ഓക്കെ. മാംഗനീസ് 7+, മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ഓക്കെ, അതിൽ 7+, അപ്പോൾ അവിടെ എന്തില്ല? 2 5 7 7 പോയാൽ ബാക്കി 0. പാരാമാഗ്നറ്റിക് നേച്ചർ ഇല്ല, അയാൾ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ എ. കോംപ്ലക്സ് കോമ്പൗണ്ട് ഇതിൻ്റെ നെയിം എന്താണ്? എടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ന്യൂട്രൽ കോമ്പൗണ്ട്. ഇനി അമോണിയയുടെ ചാർജ് 0, NO2ൻ്റെ ചാർജ് -1, ക്ലോറിൻ -1, സയനൈഡ് -1. അപ്പോൾ ആകെ മൊത്തം -3 ചാർജ് ഉണ്ട്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കൊബാൾട്ട് +3. അപ്പോൾ എല്ലാത്തിലും കൊബാൾട്ട് 3 എന്ന് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ കാണാൻ പറ്റില്ല. ഇനി ആൽഫബറ്റിക്കൽ ഓർഡർ. NH3യുടെ പേരെന്താടാ? അമീൻ എന്നാണ് NH3യുടെ പേര്. അപ്പോൾ ട്രൈ അമീൻ. NO2ൻ്റെ പേരെന്താ? നൈട്രോ. ക്ലോറിൻ്റെ പേരെന്താ? ക്ലോറോ ഓർ ക്ലോറൈഡോ. CNൻ്റെ പേരെന്താ? സയാനോ ഓർ സയനൈഡോ. പറഞ്ഞോ. ആദ്യം ആര് വരും? ട്രൈ അമീൻ എന്ന് ആദ്യം വരും. ട്രൈ അമീൻ. അങ്ങനെ 2 ആളേ ഉള്ളൂ. പിന്നെ ആൽഫബറ്റിക്കലി ക്ലോറിൻ വരും, പിന്നെ സയാനോ, പിന്നെ നൈട്രോ. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഇവിടെ ട്രൈ അമീൻ കഴിഞ്ഞ് നൈട്രോ വന്നു. ദാറ്റ്സ് റോങ്. ഹോമോലെപ്റ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാടാ? ഹോമോലെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ലിഗാൻഡ് മാത്രമേ ഉള്ളത്. ഇവിടെ ആകെ ഒരു ടൈപ്പ് ലിഗാൻഡേ ഉള്ളൂ. ഇവിടെ 2 ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. ഇവിടെയും ആകെ ഒരു ടൈപ്പ് ലിഗാൻഡേ ഉള്ളൂ. A and C only. Indicate the complex ion which did not show any geometrical isomerism. Geometrical isomerism കാണിക്കണമെങ്കിൽ എടാ മോനെ ശരിക്കും ശ്രദ്ധിക്കണേ. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ 2 ടൈപ്പ് ലിഗാൻഡ് മസ്റ്റാണ്. 2 ടൈപ്പ് ലിഗാൻഡ് എന്തായാലും വേണം. 2 ടൈപ്പ് ലിഗാൻഡ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സുകൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റില്ല. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റില്ല. 2 ടൈപ്പ് ലിഗാൻഡ് വേണം. ആ 2 ടൈപ്പിലെ ഓരോ ലിഗാൻഡിൻ്റെയും നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ MA6 ഇയാൾക്ക് പറ്റുമോ നോക്കിക്കേ? പറ്റൂല. കാരണം എന്താ? ഇയാൾക്ക് എ എന്ന് പറയുന്ന ലിഗാൻഡ് 6 ഉണ്ടായിട്ട് കാര്യമില്ല, ആകെ ഒരു ടൈപ്പ് ലിഗാൻഡേ ഉള്ളൂ. MA5B ഇയാൾക്ക് പറ്റുമോ നോക്കിക്കേ? എയും ബിയും ഇവിടെ ലിഗാൻഡാണ്, പറ്റൂല. കാരണം എന്താ? 2 ടൈപ്പ് ലിഗാൻഡ് ഉണ്ടായിട്ട് കാര്യമില്ല. ഈ 2 ടൈപ്പാണ് ലിഗാൻഡെങ്കിൽ അതിൽ ഓരോ ലിഗാൻഡിൻ്റെയും നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഇവിടെ ഇയാൾ 1 ഉള്ളൂ, 1 കൂടുതൽ വേണം. MA4B2 പറ്റുമോ? പറ്റും. കാരണം എന്താ? 2 ടൈപ്പും ഉണ്ട്, 2 ടൈപ്പും 1 കൂടുതലുമാണ്. MA3B3 പറ്റുമോ? പറ്റും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്ക്. Cl2EN2 പറ്റും. 5 1 പറ്റില്ല. 3 3 പറ്റും. 4 2 പറ്റും. പറ്റാത്തതാരെ? ഓപ്ഷൻ ബി. എണ്ണം വെച്ച് മനസ്സിലായില്ലേ? 2 ടൈപ്പ് ലിഗാൻഡ് ആണെങ്കിൽ ഓരോ ലിഗാൻഡും 1 കൂടുതൽ എണ്ണം വേണം. EAN ഓഫ് മെറ്റൽ കാർബണൈൽ ഈസ് 36. എന്താണ് EAN എന്ന് പറഞ്ഞാൽ? EAN എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്നാണ്. എഫക്റ്റീവ് അറ്റോമിക് നമ്പർ. എങ്ങനെയാണ് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ കാണുക? അറ്റോമിക് നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം മൈനസ് ചാർജ് പ്ലസ് കോർഡിനേഷൻ നമ്പർ ഇൻറ്റു 2. ഇതാണ് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ കാണാനുള്ള ഇക്വേഷൻ. കാണിച്ചു തരാം. M എന്ന് പറയുന്ന മെറ്റലിൻ്റെ COX ടൈംസുമാണ് അതിൻ്റെ എഫക്റ്റീവ് അറ്റോമിക് നമ്പറിൻ്റെ വാല്യൂ 36 ആണ്. എമ്മിൻ്റെ അറ്റോമിക് നമ്പർ 26 ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എത്ര? സംഭവം സിമ്പിൾ. എടാ മോനെ, എഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഈ ക്വസ്റ്റനിലേക്ക് കൊടുക്ക്. എഫക്റ്റീവ് അറ്റോമിക് നമ്പർ എത്ര? 36 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Z എത്ര? 26 ആണ്. മൈനസ് ചാർജ് എത്ര? 0 ആണ്. കാരണം ഇവിടെ ചാർജ് ഒന്നും ഇല്ലല്ലോ. MCOX ടൈംസ് കാർബൺ മോണോക്സൈഡ് ആണ്, അതിന് ചാർജ് ഒന്നും ഉണ്ടാവില്ല. പ്ലസ് കോർഡിനേഷൻ നമ്പർ ഇൻറ്റു 2. കോർഡിനേഷൻ നമ്പർ എത്ര? എക്സ്. കോർഡിനേഷൻ നമ്പർ എക്സ് ആണെന്ന് മനസ്സിലായില്ലേ? കാരണം എന്താ? കാർബൺ മോണോക്സൈഡ് ആണ് ലിഗാൻഡ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലിഗാൻഡ് ഉണ്ടാക്കുന്ന ബോണ്ടുകളുടെ എണ്ണം എന്നാണ്. കാർബൺ മോണോക്സൈഡ് ഒരു മോണോഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ അയാൾ ഒരു ബോണ്ടേ ഉണ്ടാക്കുള്ളൂ. സോ കോർഡിനേഷൻ നമ്പർ എക്സ് ആണ്. അതിൻ്റെ ഡബിൾ, സോ 2x.
പരിപാടി കഴിഞ്ഞു. എക്സ് ആണ് സോൾവ് ചെയ്യേണ്ടത്. 2x = 10 എന്ന് വരും, x = 5 എന്ന് വരും. അപ്പോൾ എത്ര ലിഗാൻഡ് ഉണ്ട്? 5. ഈ ഇക്വേഷൻ അറിയാത്തവർ പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, ഫെറോസിൻ, ട്രാൻസ്പ്ലാന്റിൻ, ഡൈ ഈഥൈൽ സിങ്ക്. ട്രാൻസ്പ്ലാന്റിൻ ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ല. ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. ഡൈ ഈഥൈൽ സിങ്ക് എന്ന് പറഞ്ഞാൽ ഈഥൈൽ ഗ്രൂപ്പ് C2H5, ഡൈ ഈഥൈൽ 2 എണ്ണം സിങ്ക്. ട്രാൻസ്പ്ലാറ്റിൻ ആരാടാ? സിസ്പ്ലാറ്റിൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? പ്ലാറ്റിൻ ആരാന്ന് പഠിച്ചു വെച്ചാൽ മതി. പ്ലാറ്റിൻ ആരാണ്? പ്ലാറ്റിൻ. പ്ലാറ്റിനം എന്ത് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് വരിക. അമോണിയ 2 എണ്ണം വരിക, ക്ലോറിൻ 2 എണ്ണം വരിക. ഇതാണ് പ്ലാറ്റിൻ. ഇയാൾക്ക് ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റും. അപ്പോൾ ഇയാൾക്കൊരു സിസ് ഐസോമറും ഉണ്ടാകും, ട്രാൻസ് ഐസോമറും ഉണ്ടാകും. ഇയാളുടെ സിസ് ഐസോമർ സിസ്പ്ലാറ്റിൻ എന്നും ട്രാൻസ് ഐസോമർ ട്രാൻസ്പ്ലാറ്റിൻ എന്നും അറിയപ്പെടുന്നു. സിസ്പ്ലാറ്റിൻ ട്യൂമറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് NCERT വളരെ കൃത്യമായിട്ട് പറയുന്നതും ഈ കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ എവിടെയാടാ കാർബണും മെറ്റലും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കണേ? ഇവിടെ കാർബണേ ഇല്ലല്ലോ. സോ ദിസ് ഇസ് നോട്ട് എ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. ദ ടൈപ്പ് ഓഫ് ഐസോമറിസം ഷോൺ ബൈ ദി കോമ്പൗണ്ട് COEN Tri-Cl3. കുഞ്ഞേ, കോർഡിനേഷൻ നമ്പർ ഇവിടെ 6 അല്ലേ? കാരണം എത്തിലീൻ ഡയമീൻ എന്ന് പറയുന്ന ആൾ 3 എണ്ണം ഉണ്ട്. എത്തിലീൻ ഡയമീൻ ഒരു ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. സോ ടോട്ടൽ കോർഡിനേഷൻ നമ്പർ 6 ആയി. ആൻഡ് ഇറ്റ് ഈസ് എ ബൈഡൻഡേറ്റ് ലിഗാൻഡ്. ബൈഡൻഡേറ്റ് ലിഗാൻഡും കോർഡിനേഷൻ നമ്പർ 6 ഉള്ള ആൾക്ക് എന്ത് കാണിക്കാൻ പറ്റും? ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റും. ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കാനുള്ള കണ്ടീഷനാണ്. കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല. ഒപ്റ്റിക്കൽ ഐസോമർസും ജനറലി കാണിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ഉണ്ടാവുക, കോർഡിനേഷൻ നമ്പർ 6 ആവുക. ഇതൊന്ന് ഓർത്ത് വെച്ചോ, എപ്പോഴും ഗുണം കിട്ടും. 98% ക്വസ്റ്റ്യൻസും ഈ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞത്? ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാനുള്ള കണ്ടീഷൻ എന്ന് പഠിച്ചു വെക്കരുത്. ആക്ച്വലി അതൊരു കണ്ടീഷൻ അല്ല. അതങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ആൻസർ കാണാനുള്ള ഒരു എളുപ്പവഴിയാണ്. കോർഡിനേഷൻ നമ്പർ 6 ആവുക, ബൈഡൻഡേറ്റ് ലിഗാൻഡ് ഉണ്ടാവുക. ഇത് സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ എന്ന് വെച്ചിട്ടാണ് അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ആക്ച്വലി നമ്മൾ പറയേണ്ടത്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷെ അത് കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇയാളുടെ IUPAC നെയിം. മോനെ, ഇവിടുത്തെ കാറ്റിയോൺ ആരാ? ഇവിടുത്തെ കാറ്റിയോൺ H+ ആണ്. H+ കാറ്റിയോണായിട്ട് വന്നാൽ നല്ലോണം ശ്രദ്ധിക്കണം. ഇക് ആസിഡ് എന്നാണ് ലാസ്റ്റ് ചേർക്കേണ്ടത്. അല്ലാതെ നമ്മൾ സാധാരണ കോർഡിനേഷൻ കോമ്പൗണ്ടിന് പേരിടുന്ന പോലെ അല്ല ഇയാൾക്ക് പേരിടുക. കാറ്റിയോണായിട്ട് H+ വന്നാൽ അയാളൊരു ആസിഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പേരിട്ട് നോക്കാം. H2PtCl6. അപ്പോൾ ഹൈഡ്രജൻ 2 എണ്ണം +2, ക്ലോറിൻ 6 എണ്ണം -6, തമ്മിൽ കൂട്ടിയാൽ -4, സൈൻ മാറ്റിയാൽ +4, പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4. അപ്പോൾ ഇയാളുടെ പേര് പറയുമ്പോൾ ആദ്യം ലിഗാൻഡിനെ പറയണം. ഹെക്സാ ക്ലോറോ അല്ലെങ്കിൽ ക്ലോറൈഡോ. ഓക്കെ, ക്ലോറൈഡോ. പ്ലാറ്റിനം എത്രയാണ്? പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 4 ആണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? പ്ലാറ്റിനിക് ആസിഡ് എന്നാണ് പേര് പറയേണ്ടത്. പ്ലാറ്റിനിക് എന്നിട്ട് ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ നമ്പർ 4 ആസിഡ്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ അവിടെ ഹെക്സാ ക്ലോറൈഡോ പ്ലാറ്റിനിക് ആസിഡ്, ഓപ്ഷൻ ബി. അല്ലാതെ ആ ഹൈഡ്രജൻ്റെ എണ്ണോ ഒന്നും അവിടെ നിങ്ങൾ പറയണ്ട. ഹൈഡ്രജൻ ഉണ്ട് എന്ന് പോലും പറയണ്ട. ഇക് ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേര് അവിടെ സെറ്റായി. ഹെക്സാ ക്ലോറൈഡോ പ്ലാറ്റിനം ആസിഡ് എന്നല്ല പറയേണ്ടത്, പ്ലാറ്റിനിക് ആസിഡ് എന്നാണ് പറയേണ്ടത്. ഓർത്ത് വെച്ചോ, ഇക് ആസിഡ് എന്ന് ചേർക്കണം. അക്കോർഡിംഗ് ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി 5 d orbitals of an octahedral complex split to give. എടാ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ എന്താ സംഭവിക്കുക? ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അഥവാ കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ആ 5 എണ്ണം ഇങ്ങനെ സ്പ്ലിറ്റ് ആകും. എന്നിട്ട് 2 എണ്ണം മുകളിലേക്കും 3 എണ്ണം താഴേക്കും പോകും. അങ്ങനെയല്ലേടാ നമ്മൾ പഠിച്ച ക്രിസ്റ്റൽ ഫീൽഡ് തിയറി? താഴേക്ക് പോയതിനെ T2G, മുകളിലേക്ക് പോയതിനെ EG എന്ന് പേര് വിളിക്കും. 2 orbitals with lower energy, അല്ല 3 orbitals with lower energy ആൻഡ് 2 orbitals with higher energy. അതെ, ഇതാണ് എനർജിയുടെ ആക്സിസ്. 2 ആൾക്കാരുടെ എനർജി കൂടും, 3 എണ്ണത്തിൻ്റെ എനർജി കുറയും. ഓപ്ഷൻ ബി. സ്റ്റെബിലിറ്റി ഓഫ് കോമ്പൗണ്ട്. എടാ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടർ ഉണ്ട്. ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത്ത്, മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതിൻ്റെ സ്ട്രക്ചർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ, നേച്ചർ ഓഫ് ലിഗാൻഡ്, ജോമെട്രി. സിസിനേക്കാൾ സ്റ്റേബിളാണ് ട്രാൻസ്. അപ്പോൾ അതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അവിടെ ജോമെട്രി അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണല്ലോ. സോ ഓഫ് ഓൾ ഓഫ് ദിസ് കോമ്പൗണ്ട് ദാറ്റ് ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് ട്യൂമർ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു, സിസ്പ്ലാറ്റിനാണ് ഓപ്ഷൻ എ. സിസ്പ്ലാറ്റിൻ്റെ ഫോർമുല ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്.
വിച്ച് ഒക്ടാഹൈഡ്രൽ കോർഡിനേഷൻ കോമ്പൗണ്ട് വിൽ ഷോ മാക്സിമം കണ്ടക്ടിവിറ്റി? എടാ മാക്സിമം കണ്ടക്ടിവിറ്റി കാണിക്കണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് അയോൺസ് അയാളിൽ ഉണ്ടാവണം. ഇവിടെ നോക്ക് എല്ലാ NH3യും ലിഗാൻഡായിട്ട് നിൽക്കുന്നു. നോക്കടാ, സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ടാണ്, അമോണിയ 6 ഉണ്ട്, സോ NH3 6 ടൈംസ്, പുറത്ത് 3 ക്ലോറിനും ഉണ്ടാവും. സോ ഇങ്ങനെയാണ് ഇയാളുടെ ഫോർമുല ഉണ്ടാവുക. രണ്ടാമത്തെ ആളുടെ ഫോർമുല കൊബാൾട്ട് NH3 5 ടൈംസേ ഉണ്ടാവുള്ളൂ, കാര്യം ഇവിടെ അമോണിയ 5 ഉള്ളൂ. പക്ഷെ കൊബാൾട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അയാൾക്ക് 6 ലിഗാൻഡ് ഉണ്ടാവൽ നിർബന്ധമാണ്. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ ഫിക്സ്ഡ് ആണ്, 6 വരണം. അതുകൊണ്ട് ഒരു ക്ലോറിനെ ഇയാൾ അകത്തേക്ക് എടുക്കും, ബാക്കി 2 ക്ലോറിനെ പുറത്തുണ്ടാവുള്ളൂ. അങ്ങനെ ഇയാളിലേക്ക് വരുമ്പോൾ കൊബാൾട്ട് NH3 4 ടൈംസ് ആവും, ബാക്കി 2 ക്ലോറിൻ അകത്തുണ്ടാകും, ഒരു ക്ലോറിനെ പുറത്തുണ്ടാവുള്ളൂ, കോർഡിനേഷൻ നമ്പർ 6 ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി എവിടെയാണ് മോർ നമ്പർ ഓഫ് അയോൺസ്? ഇവിടെ ടോട്ടൽ എത്ര അയോൺ ഉണ്ട്? 4 അയോൺ ഉണ്ട്. ഏതാണ് 4 അയോൺസ്? ഞാൻ കാണിച്ചു തരാം. 3 അയോൺ ഇതായി ക്ലോറിൻ തന്നെ, ആനോണിക് പാർട്ടിലുള്ള 3 ക്ലോറിൻ. പിന്നെ ഈ കാറ്റിയോൺ എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള ആളാണ് കാറ്റിയോൺ. അപ്പോൾ ഇവിടെ ഒരു കാറ്റിയോണും 3 ക്ലോറിനും, ഇവിടെയോ ഒരു കാറ്റിയോണും 2 ക്ലോറിനും, ഇവിടെ ഒരു കാറ്റിയോണും 1 ക്ലോറിനും. സോ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് ചോദിച്ചാൽ ഇവിടെ 3 അയോണേ ഉള്ളൂ, ഇവിടെ 2 അയോണേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അയോൺസ് എവിടെയാണോ അവിടെ കണ്ടക്ടിവിറ്റി കൂടും. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. Geometrical isomerism is found in coordination compound having coordination number. ഉണ്ട്. Geometrical isomerism is found. ഓക്കെ, Geometrical isomerism കാണപ്പെടുന്നത് എപ്പോഴാണ്? ഓക്കെ, കോർഡിനേഷൻ നമ്പർ എത്രയാകുമ്പോഴാണ്? എടാ കോർഡിനേഷൻ നമ്പർ 6 ആകുമ്പോൾ Geometrical isomerism എന്തായാലും കാണിക്കാൻ പറ്റും. കോർഡിനേഷൻ നമ്പർ 4 ആകുമ്പോൾ സ്ട്രക്ചർ 2 രൂപത്തിലുണ്ടല്ലോ, ടെട്രാഹീഡ്രലും ഉണ്ട്, സ്ക്വയർ പ്ലനാറും ഉണ്ട്. ഈ ടെട്രാഹീഡ്രലാകുമ്പോൾ അവിടെ Geometrical isomerism കാണിക്കാൻ പറ്റില്ല, സ്ക്വയർ പ്ലനാർ ആണെങ്കിൽ Geometrical isomerism കാണിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ടെട്രാഹീഡ്രൽ പറ്റാത്തതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ടെട്രാഹീഡ്രൽ എല്ലാ ബോണ്ടുകളും ഈക്വൽ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു അടുത്തുള്ള പൊസിഷൻ, ഓപ്പോസിറ്റ് പൊസിഷൻ എന്നൊന്നും പറയാൻ അവിടെ ഇല്ല, ടെട്രാഹീഡ്രലിൽ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് സിസും ട്രാൻസും പറയാൻ പറ്റുള്ളൂ. സോ കോർഡിനേഷൻ നമ്പർ 6 ആകുമ്പോഴാണ് Geometrical isomerism കാണിക്കാൻ പറ്റുക. 4 ആണെങ്കിൽ പറ്റും, പക്ഷേ ടെട്രാഹീഡ്രൽ ആവരുത്. ടെട്രാഹീഡ്രൽ നിന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അത് ആൻസർ ആവില്ല. വിച്ച് ലിഗാൻഡ് ആസ് പൈ ആസിഡ് ലിഗാൻഡ്? നിങ്ങൾക്കറിയാം മറ്റു എല്ലാ ലിഗാൻഡിൽ നിന്നും കാർബൺ മോണോക്സൈഡിന് ഒരു പ്രത്യേകത ഉണ്ട്. അയാളൊരു സിഗ്മ ഡോണർ ആറ്റമാണ്, അയാളൊരു പൈ അക്സെപ്റ്ററുമാണ് എന്ന് നിങ്ങൾക്കറിയാം. എല്ലായിടത്തും മെറ്റലും ലിഗാൻഡും തമ്മിൽ ഒരു ബോണ്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ കാർബൺ മോണോക്സൈഡ് ആണ് ലിഗാൻഡ് എങ്കിൽ ഇങ്ങോട്ടൊരു ബോണ്ടും അങ്ങോട്ടൊരു ബോണ്ടും ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് ഇങ്ങോട്ടുണ്ടാക്കിയ ബോണ്ട് സിഗ്മ, അങ്ങോട്ടുണ്ടാക്കിയ ബോണ്ട് പൈ. അപ്പോൾ പൈ ബോണ്ടിനെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആസിഡ് എന്നാണല്ലോ പേര് വിളിക്കുക, ലൂയിസ് ആസിഡ്, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ. ഓക്കെ, സോ ഒരു പൈ ആസിഡായിട്ട് ആക്ട് ചെയ്യുന്ന ലിഗാൻഡ് ആരാണ്? ഓപ്ഷൻ എ. IUPAC നെയിം വെറുതെ പെട്ടെന്ന് പറഞ്ഞോ, കണ്ടാൽ അറിയാം, ഇറ്റ് ഈസ് എ കാറ്റോണിക് കോംപ്ലക്സ്. സോ അറ്റോമിക് ഓക്സിഡേഷൻ നമ്പർ കാണാം, അമോണിയ 0, ക്ലോറിൻ -1, NO2 -1, ക്ലോറിൻ -1. ടോട്ടൽ കൂട്ടി നോക്കിയാൽ -3, സമ്മ് -3 ആയതുകൊണ്ട് കൊബാൾട്ട് +3. അപ്പോൾ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്ന് ലാസ്റ്റ് വരണം. കൊബാൾട്ട് 3 ക്ലോറൈഡ്, കൊബാൾട്ട് 3 ക്ലോറൈഡ്. ബാക്കി രണ്ടും തെറ്റാണ്. ഓക്കെ, ഇനി ബാക്കിയൊക്കെ ഒന്ന് പറഞ്ഞേ. ടെട്രാമീൻ ഓക്കെയാണ്, രണ്ടിലും ഒരേപോലെയാണ്. ക്ലോറൈഡോ? അതെ. പിന്നെന്താ? നൈട്രിറ്റോ? ഓക്കെ, ഇവിടെ എന്താ? ഡൈനൈട്രോ എന്നാണ് പറയണത്. ഡൈനൈട്രോ തെറ്റല്ലേടാ, കാരണം എന്നോട്ട് ഇവിടെ ഒന്നല്ലേ ഉള്ളൂ, ഡൈനൈട്രോ എന്ന് പറയേണ്ട കാര്യമില്ല. ഓപ്ഷൻ എ. നൈട്രോയുടെ വേറൊരു പേരാണ് നൈട്രിറ്റോ എൻ, ഓർത്ത് വെക്കണേ. നൈട്രിറ്റോ എൻ എന്ന് പറഞ്ഞാലും നൈട്രോ എന്ന് പറഞ്ഞാലും ഒരാളാണ്. സോ ഇവിടെ നൈട്രോ എന്ന് പറഞ്ഞതല്ല ഇവിടുത്തെ തെറ്റ്, ഡൈ എന്ന് ചേർത്തതാണ് ഇവിടുത്തെ തെറ്റ്. 2 NO2 ഇല്ല. വിച്ച് അമംഗ് ദി ഫോളോയിങ് വിൽ ബി നെയിംഡ് ആസ് ഡൈ ബ്രോമൈഡോ ബീസ് എത്തിലീൻ ഡയമീൻ ക്രോമിയം 3 ബ്രോമൈഡ്? വരച്ച് നോക്കാം നമുക്ക്. സെൻട്രൽ മെറ്റലാറ്റ് ആരാണെന്ന് കണ്ടാൽ അറിയാം, ക്രോമിയം. സോ ക്രോമിയം എഴുതി. എന്നിട്ട് ലിഗാൻഡ് ഒരു തലക്കന്നം തുടങ്ങാം, ഡൈ ബ്രോമൈഡോ. ശരി, ബ്രോമൈഡോ 2 ബ്രോമിൻ. ബീസ് എത്തിലീൻ ഡയമീൻ 2 പിന്നെ ക്രോമിയം, പുറത്ത് ബ്രോമൈഡ്. ഓക്കെ, ഇനി ഈ പുറത്തുള്ള ബ്രോമിൻ്റെ എണ്ണം സെറ്റാക്കണം. അതിനെന്ത് ചെയ്യണം? ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, +3.
ബ്രോമിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാലോ, ചാർജ് -1, 2 ബ്രോമിൻ -2, എത്തിലീൻ ഡയമീൻ 0. അപ്പോൾ ഇത് മൊത്തം കൂട്ടി വെക്കുക. അപ്പോൾ എത്ര വരും? +1 എന്ന് വരും. ആ +1നെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇവിടെ -1 വരണം. ടോട്ടൽ ചാർജ് 0 ആവണം. അപ്പോൾ ടോട്ടൽ കൂട്ടി നോക്കിയപ്പോൾ +1 എന്ന് കിട്ടി. അതിനെ എന്ത് ചെയ്യുക? ന്യൂട്രലൈസ് ചെയ്യലാണ് പുറത്തുള്ള ബ്രോമിൻ്റെ പണി. അപ്പോൾ -1 ചാർജാണ് ബ്രോമിൻ ഉണ്ടാക്കേണ്ടതെങ്കിൽ എത്ര ബ്രോമിൻ വേണം? 1 ബ്രോമിൻ മതി. ഇവിടെ ടോട്ടൽ എനിക്ക് കൂട്ടി നോക്കിയപ്പോൾ +2 കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ ബ്രോമിൻ്റെ എണ്ണം 2 ആയേനെ. കളി മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ബ്രോമിൻ്റെ എണ്ണം 1 ആണ്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. ഇതെന്താ ഓപ്ഷൻ ബിയും ഡിയും തമ്മിൽ വ്യത്യാസം? ക്രോമിയം EN twice Br2 Br. വ്യത്യാസമൊന്നുമില്ല, മാറിപ്പോയതായിരിക്കും. ആൻസർ ബിയും ഡിയും ശരിയാണ്. വേറെ സോറി EN twice എന്ന് പറയുന്നുണ്ടല്ലേ, EN twice ഉണ്ടല്ലോ, ഇത് തെറ്റാണ്. ഓപ്ഷൻ ബി തന്നെ. If an iron 3 complex with the formula FeNH3 x times Cn x times y times minus has no electrons in its T2g orbital, then the value of x plus y. എടാ, വാല്യൂ ഓഫ് x plus y എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദിസ് ഈസ് ദി കോർഡിനേഷൻ നമ്പർ. ശരിയല്ലേ? കോർഡിനേഷൻ നമ്പർ എത്രയാകുമ്പോഴാണ് EGയിൽ ഇലക്ട്രോൺ ഇല്ലാതിരിക്കുക? ഞാൻ പറഞ്ഞുതരാം മോനെ. അയേണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Fe3+, അറ്റോമിക് നമ്പർ 26, 2 6 8 3 പോയാൽ ബാക്കി 5, 3D 5. അപ്പോൾ 3Dയിൽ 5 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം. 3Dയിൽ 1 2 3 4 5 ഇങ്ങനെയല്ല ഫില്ല് ചെയ്യേണ്ടത്. കാരണം ഈ 2 പേരും സ്ട്രോങ് ലിഗാൻഡുകളായതുകൊണ്ട് അവസാനത്തെ 2 പിടിച്ച് ഇങ്ങോട്ടിടും. ഓക്കെ അല്ലേ? എടാ മോനെ, ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ആൾ T2gയിലായിരിക്കും എപ്പോൾ? കോർഡിനേഷൻ നമ്പർ 6 ആകുമ്പോൾ. എന്നാൽ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ, നമ്മൾ പഠിച്ചതല്ലേടാ, കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക EGയിലായിരിക്കും, പിന്നെയാണ് T2gയിൽ ഫില്ല് ചെയ്യുക. കാരണം എന്താ? എനർജി കുറവുള്ള ആൾ EG ആണ്. എനർജി കുറവുള്ളിടത്താണ് ആദ്യം ഫില്ലാവുക. അപ്പോൾ EGയിൽ ഇലക്ട്രോൺസ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതല്ലടാ EG, ഇവിടെ ഇലക്ട്രോൺസ് ഇല്ലാതാവണമെങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 ആവണം, 6 ആവണം. എന്നാൽ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ EGയിൽ ഇങ്ങനെ വന്നിട്ടാണ് പിന്നെ T2gയിലേക്ക് ഇലക്ട്രോൺസ് ഫില്ലാവുക. അതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയണത്. ആ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ച് T2g EGയുടെ എനർജികൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. എനർജി ആർക്കാണോ കുറവ് അവിടെയാണ് ആദ്യം ഫില്ലാവുക. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ എനർജി കുറവ് EGയിലാണ്, അപ്പോൾ അവിടെയാണ് ആദ്യം ഫില്ലാവുക. അപ്പോൾ ഇവിടെ EGയിൽ ഇലക്ട്രോൺ ഇല്ല, വിച്ച് മീൻസ് ദിസ് ഇസ് കോർഡിനേഷൻ നമ്പർ 6. നല്ല ക്വസ്റ്റ്യനാണ്, ചിന്തിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ചോദ്യം. ഒന്നാമത്തതിൽ ക്രോമിയം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 3+ എന്ന് കിട്ടും. അറ്റോമിക് നമ്പർ 24, 2 4 6, 6 3 പോയാൽ ബാക്കി 3, അപ്പോൾ 3D 3 എന്ന് വരും. ശരിയല്ലേ? സോ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിലും വീക്ക് ലിഗാൻഡ് ആണെങ്കിലും അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 3 തന്നെ ആയിരിക്കും. കാരണം 3 ഒന്നും പെയറിങ് നടക്കില്ലല്ലോ, 4 5 ഒക്കെ ആകുമ്പോഴാണ് പെയറിങ് നടക്കുക. സോ ഇവിടെ 2 എന്ന് വരും. FeH2O 6 times 2+, സോ Fe2+ എന്ന് വരും. അറ്റോമിക് നമ്പർ 26, സോ 3D 6. 3Dയിൽ 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുമ്പോൾ സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ നോക്കണം. H2O വീക്കാണ്. സോ 1 2 3 4 5 6 ഇങ്ങനെ കൊടുത്താൽ മതി. 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും. സോ ഇവിടെ 4. ഓക്കെ. CONH3 6 times 3+, കൊബാൾട്ട് 3+ എന്ന് വരും. അറ്റോമിക് നമ്പർ 27, 3Dയിൽ 3D 6 എന്ന് വരും. പക്ഷേ NH3 സ്ട്രോങ് ലിഗാൻഡ് ആണ്, അതുകൊണ്ട് പെയറിങ് നടക്കും. 1 2 3 4 5 6, 0 അൺപെയ്ഡ് ഇലക്ട്രോൺ 1. 0 എടുക്കണ 1-ലാണല്ലോ. ഇനിയിപ്പോൾ അടുത്ത് നോക്കാനില്ലല്ലോ. ഏതാ? 3. 2 4 1 3, 2 4 1 3, ഓപ്ഷൻ എ. ഫോർ ദി സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് MABCD where M is the central atom and ABCD are monodent ligand, number of possible geometrical isomers. കാണാതെ പഠിക്കണം. ഒരു സെൻട്രൽ മെറ്റൽ ആറ്റവും 4 ലിഗാൻഡും ABCD. അയാൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ എണ്ണം 3 ആണ്. ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ എണ്ണം ഈ സിമ്പിളായിട്ട് കാണാനുള്ള ഒരു മെത്തേഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങൾക്ക് ചെയ്തിട്ട് തരാം. ഓക്കെ. സോ ഓപ്ഷൻ സി.
CH3COON ഈസ് ആൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. ദാറ്റ്സ് റോങ്. കാരണം ഇവിടെ സോഡിയം ബോണ്ട് ഉണ്ടാക്കിയത് ഓക്സിജനുമായിട്ടാണ്, അല്ലാതെ കാർബണുമായിട്ടല്ല. കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആവുള്ളൂ. CH3COH ഈസ് ഓർഗാനിക് കോമ്പൗണ്ട്. അത് ശരിയാണല്ലോ. Na ഈസ് ട്രാൻസിഷൻ മെറ്റൽ. ദാറ്റ്സ് ഓൾസോ റോങ്. സോഡിയം എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. ട്രാൻസിഷൻ മെറ്റൽ ആണെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻ്റ് ആവണം. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ഒക്കെ തെറ്റാണ്. മോളിക്യൂൾ വിത്ത് സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. സ്ക്വയർ പിരമിഡൽ ആവണമെങ്കിൽ എടാ ഇത് കോർഡിനേഷൻ കോമ്പൗണ്ടും അതുപോലെ കെമിക്കൽ ബോണ്ടിങ്ങും ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്ക്വയർ പിരമിഡൽ ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? സ്ക്വയർ പിരമിഡലിൽ നിങ്ങൾക്കറിയാം 5 ബോണ്ട് വേണം, അതുപോലെ ഒരു ലോൺ പെയറും വേണം. എന്നാലല്ലേ VSEPR തിയറി പ്രകാരം സ്ക്വയർ പിരമിഡൽ വരിക. 5 ബോണ്ടും ഒരു ലോൺ പെയറും വരണമെങ്കിൽ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആയിരിക്കണ്ടേ? കാര്യം ഒരു ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 2 ഇലക്ട്രോണായി. ഇപ്പോൾ വാലൻസ് ഇലക്ട്രോൺ 7 ആകുന്ന ആൾ ആരാണ് നോക്കിയാൽ മതി. ഫോസ്ഫറസിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 5, ഫോസ്ഫറസിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 5, ബ്രോമിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 7. അതിൽ 5 ബോണ്ട് ഉണ്ടാക്കി, ബാക്കി 2 ലോൺ പെയർ ആയിട്ട് നിൽക്കും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. VSEPR തിയറിയാണ്. ആപ്ലിക്കേഷൻസിൽ നിന്നാണ്, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്താണ്. കൊബാൾട്ട് ഉള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. അയാളുടെ പേരാണ് സയാനോ കൊബാൽ അമീൻ. സയാനോ കൊബാൽ അമീൻ എന്നാണ് കെമിക്കൽ നെയിം. അത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് പെർനീഷ്യസ് അനീമിയ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. സോ കൊബാൾട്ട് ഉള്ളത് 3. സിങ്ക് എവിടെ ഉള്ളത്? സിങ്ക് ഉള്ളത് കാർബോണിക് അൻഹൈഡ്രൈസിലാണ് സിങ്ക് ഉള്ളത്. 4. റോഡിയം എവിടെ ഉള്ളത്? വിൽക്കിൻസൺ കാറ്റലിസ്റ്റിലാണ്. 1. വിൽക്കിൻസൺ കാറ്റലിസ്റ്റിൻ്റെ ഫോർമുല അറിയില്ലടാ. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് RH PPH3 3 times Cl. ഇതാണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. മാഗ്നീഷ്യം ഉള്ളത് ക്ലോറോഫോമിൽ 2. 34 12 ഓപ്ഷൻ ഡി. മാച്ച് ചെയ്യണം. T2G EG കോൺഫിഗറേഷൻ വെച്ച് മാച്ച് ചെയ്യണം. ഒരു തലക്കെന്ന് തുടങ്ങാം. ക്രോമിയം 3+, അറ്റോമിക് നമ്പർ 24. ഇപ്പോൾ 3Dയിൽ 3 ഇലക്ട്രോൺസ്. 3Dയിൽ 3 ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്താലും ആ 3 ഇലക്ട്രോൺ ആദ്യത്തെ വരും. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിലും വീക്ക് ലിഗാൻഡ് ആണെങ്കിലും. സോ T2G3 EG0. T2G3 EG0. 2. Fe3+. ഇവിടെ എവിടെയും പെയറിങ് നടക്കുന്നില്ല. കാരണം എല്ലായിടത്തും ലിഗാൻഡ് ആരാണ്? വാട്ടറാണ്. കോർഡിനേഷൻ നമ്പർ 6ഉമാണ്. പേടിക്കാനൊന്നുമില്ല. 26. സോ 2. ഇവിടെ തന്നെ ആൻസർ കിട്ടില്ലേ? A2 ആണെങ്കിൽ ആകെ ഒരു ആൻസർ അല്ലേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണില്ല. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അല്ല, സിമ്പിളാണ്. ഒക്ടാഹീഡ്രൽ ആവണം, ഡയാമാഗ്നറ്റിക് ആവണം, സ്റ്റേബിൾ ആവണം. ഒക്ടാഹീഡ്രൽ ആവണമെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 വേണം. ഇവിടെ എല്ലാത്തിനും കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പോൾ അത് വിട്ടു. ഡയാമാഗ്നറ്റിക് ആവണം, മോസ്റ്റ് സ്റ്റേബിൾ ആവണം. മോസ്റ്റ് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോങ്ങസ്റ്റ് ലിഗാൻഡ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഈ പറഞ്ഞതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലിഗാൻഡ് ആരാ? സയനൈഡാണ്, പിന്നെ അമോണിയാണ്. അപ്പോൾ ഈ 2 ഏതെങ്കിലും ആയിരിക്കും ആൻസർ എന്ന് ഉറപ്പായി. ഇനി ഇതിൽ അയാൾ ഡയാമാഗ്നറ്റിക് ആണെന്ന് ഉറപ്പിച്ചാൽ മതി. അപ്പോൾ ആദ്യം ചാൻസ് ഉള്ളത് C ആണ്. അയാൾ ഡയാമാഗ്നറ്റിക് ആണെന്ന് ഉറപ്പിക്കാം. K3COCN 6 times കൊബാൾട്ട് 3+ എന്ന് വരും. അറ്റോമിക് നമ്പർ 27 അറ്റോമിക് നമ്പർ ഉള്ള കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണെങ്കിൽ 3Dയിൽ 6 ഇലക്ട്രോൺ വരും. അപ്പോൾ 3Dയിൽ 6 ഇലക്ട്രോൺ സ്ട്രോങ് ലിഗാൻഡ് കാരണം പെയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1 2 3 4 5 6 കറക്റ്റാണ്. ഇവിടെ നിങ്ങട്ടാണ് ഹൈബ്രിഡൈസേഷന് വേണ്ടി എടുക്കുക. D2sp3 എന്ന ഹൈബ്രിഡൈസേഷൻ വരും. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 0. അൺപെയ്ഡ് ഇലക്ട്രോണേ ഇല്ല. സോ ദിസ് ഈസ് ഡയാമാഗ്നറ്റിക്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. FeNO2 3 times Cl3 ആൻഡ് FeONO 3 times Cl3. എന്താണ് അവിടെ പ്രത്യേകത? NO2- എന്ന് പറയുന്ന ലിഗാൻഡും ONO- എന്ന് പറയുന്ന ലിഗാൻഡും തമ്മിൽ ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകളാണ്. ഡോണർ ആറ്റം ഡിഫറൻ്റ് ആണ്. വേറെ ഒരു ചേഞ്ചുമില്ല. അങ്ങനത്തെ ഉണ്ടാക്കുന്ന ഐസോമറിസത്തിൻ്റെ പേരാണ് ലിങ്കേജ് ഐസോമറിസം. നമ്പർ ഓഫ് ക്ലോറൈഡ് അയോൺസ് വിച്ച് വുഡ് ബി പ്രസിപ്പിറ്റേറ്റഡ് വെൻ ദി കോംപ്ലക്സ് PtCl4NH3 ഈസ് ട്രീറ്റഡ് വിത്ത് സിൽവർ നൈട്രേറ്റ്. എടാ പ്ലാറ്റിനം Cl4.4NH3. പ്ലാറ്റിനത്തിൻ്റെ കൂടെ എത്ര അമോണിയ ഉണ്ട്? ഇവിടെ 4 അമോണിയ ഉണ്ട്. സോ NH3 4 times. പ്ലാറ്റിനം ഇവിടെ 4 ക്ലോറിൻ ഉള്ളത് കൊണ്ട് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലല്ലേ.
+4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും. സോ 4 ക്ലോറിനിൽ നിന്ന് 2 ക്ലോറിനും കൂടി ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ വരണം. ബാക്കി 2 എണ്ണമാണ് പുറത്തുണ്ടാവുക. ഈ പുറത്തുള്ള അയോൺസിനെ മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിലുള്ള അയോൺസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ പുറത്ത് എത്ര ക്ലോറിൻ ഉണ്ട് നോക്കിയാൽ മതി, 2 എണ്ണം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ഹാവിംഗ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിഡൻറ്റഡ് ലിഗാൻഡ് കോർഡിനേറ്റഡ് വിത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം വിൽ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. തെറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാ വാലൻസികളും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ജോമെട്രിക്കൽ ഐസോമറിസം എറൈസസ് ഇൻ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. ദാറ്റ്സ് റോങ്. ഹോമോലെപ്റ്റിക്കിലല്ലോ, ഹെറ്ററോലെപ്റ്റിക്കിലാവണം. ഡ്യൂ ടു ദി ഡിഫറെൻറ്റ് പോസിബിൾ ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിഗാൻഡ്. ഹെറ്ററോലെപ്റ്റിക്കിലാവണം. ഒന്നിലധികം ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഉണ്ടെങ്കിലേ അവിടെ ഐസോമറിസം കാണിക്കാൻ പറ്റുള്ളൂ. ഒരേ ടൈപ്പ് ലിഗാൻഡ് ആണെങ്കിൽ പറ്റില്ല. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് നിക്കൽ Cl 4 times? നമുക്കൊരു തലക്കെന്ന് തുടങ്ങാം. നിക്കൽ Cl 4 times 2-. നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്, ക്ലോറിൻ -4, ദാറ്റ് ഈസ് ഈക്വൽ ടു -2. സോ എക്സ് ഈസ് ഈക്വൽ ടു +2. നിക്കലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അപ്പോൾ നിക്കൽ 2+ എന്ന് പറഞ്ഞാൽ നിക്കൽ 2+ അറ്റോമിക് നമ്പർ 28, 3d8 എന്ന് വരും. 3d 8 ഇലക്ട്രോൺസിനെ ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. 1 2 3 4 5 6 7 8. എന്തുകൊണ്ട് ഞാൻ പെയർ ചെയ്തില്ല? കൂടെയുള്ള ആൾ ക്ലോറിനാണ്. ദാറ്റ്സ് എ വീക്ക് ലിഗാൻഡ്. സോ ഇനി 4 ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെയുള്ള എസും 3 പിയും യൂസ് ചെയ്യണം. സോ ഇവരുടെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. സ്ട്രക്ചർ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ടെട്രാഹൈഡ്രലാണ്. ഇയാൾ പാരാമാഗ്നറ്റിക് ആണ്. കാരണം എന്താ? ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ? ഇത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. എപ്പോഴാണ് ഹൈ സ്പിൻ ആവുക? വീക്ക് ലിഗാൻഡ് ഉണ്ടാകുമ്പോഴാണ് ഹൈ സ്പിൻ ആവുക. സ്ട്രോങ് ലിഗാൻഡ് വന്നത് കാരണം പെയറിംഗ് നടക്കുകയാണെങ്കിലാണ് ലോ സ്പിൻ ആവുക. ഒരു തലക്കുന്ന് തുടങ്ങിക്കും. കോംപ്ലക്സ് ഹാസ് ടെട്രാഹൈഡ്രൽ ജോമെട്രി. ദാറ്റ്സ് ട്രൂ. കോർഡിനേഷൻ നമ്പർ ഓഫ് നിക്കൽ ഈസ് 2. ദാറ്റ്സ് ട്രൂ. സോറി, ദാറ്റ്സ് റോങ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4. ദാറ്റ്സ് റോങ്. കോർഡിനേഷൻ നമ്പർ ഇവിടെ എത്രയാണ്? കോർഡിനേഷൻ നമ്പറും ടോട്ടൽ എത്ര ലിഗാൻഡ് ഉണ്ട്? ഇവിടെ 4. കോർഡിനേഷൻ നമ്പറാണ് 4, ഓക്സിഡേഷൻ നമ്പർ 2. അത് മാറ്റിയാൽ പറഞ്ഞേ. sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്, പാരാമാഗ്നറ്റിക് ആണ്. ACDE. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റാത്തത് ഏത്? ഞാനടാ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? കോർഡിനേഷൻ നമ്പർ അതൊരു കണ്ടീഷൻ അല്ല, പക്ഷേ എളുപ്പവഴിയാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഇവിടെ ഒന്ന് ആദ്യം അപ്ലൈ ചെയ്ത് നോക്കാം. നടക്കണില്ലെങ്കിൽ മാത്രം ബാക്കി പരിപാടി വയ്ക്കാൻ മതി. കോർഡിനേഷൻ നമ്പർ 6 ആവണം. ബൈഡൻഡേറ്റ് ലിഗാൻഡ് ഉണ്ടാവണം. അയിമെന്നാണ് തുടങ്ങിക്കോ. കോർഡിനേഷൻ നമ്പർ 6 ആണോ? ഇവിടെ എല്ലായിടത്തും കോർഡിനേഷൻ നമ്പർ 6 ആണ്. കാരണം ഇവിടെ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ഉണ്ടാകുമ്പോൾ × 2 ചെയ്യണമല്ലോ. അതെ, എല്ലായിടത്തും കോർഡിനേഷൻ നമ്പർ 6 ആണ്. ബൈഡൻഡേറ്റ് ലിഗാൻഡ് ഉണ്ടോ? ഇവിടെ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ഇല്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്സ് ബൈഡൻഡേറ്റ് ആണ്, എത്തിലീൻ ഡൈമീൻ ബൈഡൻഡേറ്റ് ആണ്. സോ ബിയും സിയും ഡിയും എത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റും. നമ്മളാ ഇതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെ മനസ്സിൽ കിനാവ് കണ്ടിട്ട് അതിൻ്റെ മിറർ ഇമേജ് അതിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണോ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന നേരം കൊണ്ട് ഇങ്ങനെ ഒരു എളുപ്പവഴിയിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 98% ക്വസ്റ്റ്യൻസും ആ ഒരൊറ്റ മെത്തേഡിൽ തന്നെ ആൻസർ കിട്ടും. ആൻസർ ശരിയാകും എന്നല്ലേ പറഞ്ഞാൽ ആൻസർ കിട്ടുമെന്ന്. എന്ന് പറഞ്ഞാൽ ചിലർ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ ഒരു 2% ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ടോ? തെറ്റാനല്ല ചാൻസ്, കിട്ടാതിരിക്കാനാണ് ചാൻസ്. കിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിച്ച ട്രഡീഷണൽ മെത്തേഡ് പ്രകാരം നിങ്ങൾക്ക് ആൻസർ കാണാം. ഹോമോലെപ്റ്റിക് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഓഫ് മെറ്റൽ M3+ വിത്ത് 3 മോണോഡൻഡേറ്റ് ലിഗാൻഡ് L1, L2, L3 അബ്സോർബ് വേവ് ലെങ്ത് ഇൻ ദി റീജിയൻ ഗ്രീൻ, ബ്ലൂ, റെഡ് റെസ്പെക്റ്റീവ്ലി. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ലിഗാൻഡ് സ്ട്രെങ്ത്. വഴി ഉണ്ടാക്കാം. എടാ ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടിയാൽ അബ്സോർബ് ചെയ്യുന്ന എനർജി കൂടും. എനർജി കൂടിയാൽ വേവ് ലെങ്ത് കുറയും. ശരിയല്ലേ? എനർജി hc/λ. സോ എനർജി കൂടിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് കുറയുക ചെയ്യുക. സോ സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. L1, L2, L3യുടെ റീജിയൻ വരുന്നത് ഒന്ന് ഗ്രീനിലാണ്, മറ്റേത് ബ്ലൂ ആണ്, മറ്റേത് റെഡാണ്. നിങ്ങൾക്കറിയാം വിബ്ജിയോർ എന്ന ഓർഡറിൽ റെഡിൻ്റെ ഭാഗത്തേക്ക് ലാംഡ കൂടുതലാണ്. സോ വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ ഉണ്ടാക്കി നോക്കാം നമുക്ക്. റെഡ് ഉള്ളത് കൊണ്ട് L3ക്കാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ജി ഇല്ലേ ഇവിടെ, ഗ്രീനാണ് വരിക. L1 ആണ്, പിന്നെയാണ് L2 വരിക. ഇതാണ് ലാംഡ. ലാംഡ എങ്ങനെയാണ്? അതിൻ്റെ റിവേഴ്സാണ് സ്ട്രെങ്ത്ത്.
സോ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ L2 പിന്നെ L1 L3 ഏറ്റവും കൂടുതൽ ഇതാണ് കേട്ടോ, ഇങ്ങോട്ടാണ്. സോ L2 ഏറ്റവും കൂടുതൽ പിന്നെ L1 പിന്നെ L3. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് മോൾസ് ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റഡ് വെൻ എക്സസ് ഓഫ് AgNO3. ഞാൻ പറഞ്ഞു പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പോഴും ആരാണ്, പുറത്തുള്ള ലിഗാൻഡ് മാത്രമാണ്. ഇതിൻ്റെ പുറത്ത് ലിഗാൻഡ് അല്ല, പുറത്തുള്ള അയോൺ മാത്രം. ഇവിടെ ഒരു ക്ലോറിൻ മാത്രമേ ഉള്ളൂ. സോ എത്ര മോളിക്യൂൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും? ഒറ്റ മോളിക്യൂൾ. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ബി എ ലിഗാൻഡ്? ലിഗാൻഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ വേണം. ഫോർ എക്സാമ്പിൾ Cl മൈനസ്, ക്ലോറിനിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അമോണിയയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. വാട്ടറിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ NH4+ എന്ന് പറയുന്നതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. കാരണം എന്താ അറിയോ? NH4+ നൈട്രജനും 3 ഹൈഡ്രജനും ഉണ്ടായിരുന്നു. അതാണ് NH3. ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ടായിരുന്നു. ആ ലോൺ പെയറിനെ യൂസ് ചെയ്താണ് ഇവിടെ H+ ഇപ്പോൾ ബോണ്ട് ഉണ്ടാക്കിയത്. സോ ആ ലോൺ പെയർ അൺഅവൈലബിൾ ആയി. സോ ഇനി NH4+ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല. സോ ദിസ് കനോട്ട് ബി എ ലിഗാൻഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസീസ് ആർ നോട്ട് കറക്റ്റ്ലി മാർക്ക്ഡ്? പ്രൈമറി വാലൻസി ഈസ് ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ, സെക്കൻഡറി വാലൻസി ഈസ് ഈക്വൽ ടു കോർഡിനേഷൻ നമ്പർ. ഇത് മനസ്സിലുണ്ടായാൽ മതി. സോ ആദ്യം നമുക്ക് സെക്കൻഡറി വാലൻസി വെച്ചിട്ട് സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പർ നമുക്ക് കാണാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടുത്തെ ലിഗാൻഡിൻ്റെ എണ്ണം 6. സോ സെക്കൻഡറി വാലൻസി 6. ലിഗാൻഡിൻ്റെ എണ്ണം 4. സെക്കൻഡറി വാലൻസി 4. ലിഗാൻഡിൻ്റെ എണ്ണം 4. സെക്കൻഡറി വാലൻസി 4. ഇവിടെയും 4. സോ സെക്കൻഡറി വാലൻസി എവിടെയും തെറ്റിച്ചു കൊടുത്തിട്ടില്ല. ഇനി പ്രൈമറി വാലൻസിയുടെ കള നോക്കാം. പ്രൈമറി വാലൻസി ചാർജുകൾ തമ്മിൽ കൂട്ടി സൈൻ മാറ്റി നോക്കിയാൽ മതി. അമോണിയക്ക് ചാർജ് ഇല്ല, ക്ലോറിൻ -3. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ക്രോമിയം +3 വരണം. സോ ഇവിടെ +3 ശരിയാണ്. ഇവിടെ പൊട്ടാസ്യം +1, രണ്ടെണ്ണം വന്നാൽ +2. ക്ലോറിൻ -4, തമ്മിൽ കൂട്ടിയാൽ -2, സൈൻ മാറ്റിയാൽ +2. ഇവിടെയും ശരിയാണ്. ഇവിടെ അമോണിയക്ക് ചാർജ് ഇല്ല, ക്ലോറിൻ -2, അപ്പോൾ ഇവിടെ +2, ഇവിടെ 2. കറക്റ്റാണ്. SO4ൻ്റെ ചാർജ് -2 ആണ്, അമോണിയയുടെ ചാർജ് 0 ആണ്. തമ്മിൽ കൂട്ടിയാൽ -2, സൈൻ മാറ്റിയാൽ +2 ആണ് കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ 4 എന്നാണ് കൊടുത്തത്. ഏതാണ് തെറ്റായി കൊടുത്തത് എന്ന ചോദ്യം? ഓപ്ഷൻ ഡി. വിച്ച് റിയേജൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ നിക്കൽ 2+? എടാ, നിക്കൽ 2+ അയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെക്നിക്കാണ്. അതിലേക്ക് DMG, ഡൈമീഥൈൽ ഗ്ലയോക്സൈം എന്ന് പറയുന്ന ലിഗാൻഡ് ഇടുക. എന്നിട്ട് NH4OH ട്രീറ്റ് ചെയ്യുക. അപ്പോൾ റെഡ് കളർ കിട്ടുന്നുണ്ടെങ്കിൽ നിക്കൽ 2+ ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിക്കൽ 2+ൻ്റെ വളരെ പ്രസിദ്ധമായൊരു ഡിറ്റക്ഷനാണ് ക്വസ്റ്റ്യൻ, ഡൈമീഥൈൽ ഗ്ലയോക്സൈം. കോർഡിനേഷൻ കോമ്പൗണ്ട് നിക്കൽ CN 4 times 2- Cl 4 times ഹാവ് ജോമെട്രീസ് ടെട്രാഹൈഡ്രൽ സ്ക്വയർ പ്ലാനാർ റെസ്പെക്റ്റീവ്ലി. അത് തെറ്റാണ്. കാരണം നിക്കൽ സയനൈഡ് അല്ലേടാ, സയനൈഡ് സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ DsP2 ഹൈബ്രിഡൈസേഷൻ വരും, അവിടെ സ്ക്വയർ പ്ലാനാർ ആവും. ഇയാൾ ടെട്രാഹൈഡ്രലും ആയിരിക്കും, കാരണം ഇയാളുടെ ലിഗാൻഡ് വീക്കാണ്. Cn- is strong ligand, that's true. Cl- is weak ligand, that's true. അസേഷൻ ഫോൾസ് ആണ്, പക്ഷേ റീസൺ കറക്റ്റാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് പ്രൈമറി വാലൻസി 2? പ്രൈമറി വാലൻസി 2 ആവുക, അഥവാ ഓക്സിഡേഷൻ നമ്പർ 2 ആവുന്നത് എവിടെ? ഇവിടെ ഒരു ക്ലോറിൻ, ടോട്ടൽ -2. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ +2 എന്ന് വരും. അമോണിയക്ക് ചാർജ് ഇല്ലല്ലോ. ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്, +3 എന്ന് വരിക. ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്, +3 എന്ന് വരിക. ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്, +3 എന്ന് വരിക. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ടെട്രാ അക്വ. ഓക്കെ, ഡൈക്ലോറൈഡോ. ഇവിടെ ടെട്രാക്വ ഉണ്ട്, ഇവിടെയും ടെട്രാക്വ ഉണ്ട്, ഇവിടെയും ടെട്രാക്വ ഉണ്ട്, ഇവിടെയും ടെട്രാക്വ ഉണ്ട്. ഓക്കെ, ഡൈക്ലോറൈഡോ. ലിഗാൻഡായിട്ട് 2 ക്ലോറിൻ, ഇവിടെ ലിഗാൻഡായിട്ട് 2 ക്ലോറിൻ, ഇവിടെ ലിഗാൻഡായിട്ട് 2 ക്ലോറിൻ, ഇവിടെ ലിഗാൻഡായിട്ട് 2 ക്ലോറിൻ, ഇവിടെ ലിഗാൻഡായിട്ട് 3 ക്ലോറിൻ. ഇവനൊഴിവാക്കി. ക്രോമിയം 3 ക്ലോറൈഡ്. ഇനി അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കണം. ക്രോമിയം ടെട്രാക്വ H2O3 4 times ഡൈക്ലോറൈഡോ Cl2, പുറത്ത് ക്ലോറിൻ. ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. വാട്ടർ 0 ആണ്, ക്ലോറിൻ 2 -2 ആണ്. ഇത് മൊത്തം കൂട്ടിയാൽ +1 എന്നല്ലടാ ബാക്കി വരിക. ആ +1നെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇവിടെ ഒരു -1 മതി, അതിനിവിടെ ഒരു ക്ലോറിൻ പുറത്തുണ്ടായാൽ മതി. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. ബാക്കിയുള്ളിടത്തൊക്കെ പുറത്തുള്ള ക്ലോറിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. സ്പിനോളി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എൻ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഓഫ് Fe2+ ഇൻ ദി പ്രസൻസ് ഓഫ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്.
Fe2 പ്ലസ് അറ്റോമിക് നമ്പർ 26 3d6 എന്ന് വരും. സോ 3Dയിൽ 6 ഇലക്ട്രോണുകളെ പെയർ ചെയ്ത് എഴുതണം, കാരണം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെന്ന് എടുത്തു പറയുന്നുണ്ട്. സോ ദർ ഈസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ 0 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0, കാരണം മാഗ്നറ്റിക് മൊമെൻറ്റ് ഇക്വേഷൻ √n/n+2 എന്നാണ്. എന്നിൻ്റെ വാല്യൂ ഇവിടെ 0 എന്ന് തരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് 0. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽ കോംപ്ലക്സ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? ഞാനടാ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്റ്റെബിലിറ്റി കാണാനുള്ള ഏറ്റവും നല്ല വഴി അതിൻ്റെ സ്ട്രെങ്ത്ത് നോക്കലാണ്. ഇനി സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബൈഡെൻഡേറ്റ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ അയാളാണ് മോസ്റ്റ് സ്റ്റേബിൾ. അപ്പടാ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡുകൾ മാത്രമുള്ള കുറേ ആൾക്കാരും ഉണ്ട്. ബൈഡെൻഡേറ്റ് ലിഗാൻഡുള്ള വേറൊരാളുണ്ടെങ്കിൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡുള്ള ആളെ ആദ്യം പരിഗണിക്കണം. ആ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഉള്ള ആളില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് പിന്നെ നമ്മൾ അയാളുടെ സ്ട്രെങ്ത്ത് നോക്കണ്ടേ. ഇവിടെ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഇല്ല, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ 2 ആളുണ്ട്, ഇവിടെ 3 ആളുണ്ട്. സോ ഏറ്റവും കൂടുതൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഉള്ള ആൾ മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഈ ഒരു എക്സ്ട്രാ പോയിന്റ് ഓർത്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടില്ല. കോംപ്ലക്സ് കോമ്പൗണ്ട് ഇൻ വിച്ച് മെറ്റൽ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 അല്ലാത്തത് ഏത്? കാർബൺ മോണോക്സൈഡിന് 0 ആണ്. സോ മാംഗനീസും 0 ആയിരിക്കും. അപ്പുറത്ത് എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനല്ലേ ഓക്സിഡേഷൻ നമ്പർ. കാർബൺ മോണോക്സൈഡ് 0 ആണ്. സോ നിക്കലും 0 ആണ്. C6H6 ബെൻസീൻ 0 ആണ്. ക്രോമിയം 0 ആണ്. PT ദാ Cl ക്ലോറിൻ -3 ചാർജ് ഉണ്ട്. പൊട്ടാസ്യം +1 ചാർജ് ഉണ്ട്. C2H4 0. ടോട്ടൽ കൂട്ടി നോക്കിയാൽ -2 എന്ന് വരും. സൈൻ മാറ്റാൻ +2. പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 എന്ന് വരും. 0 അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി. കോർഡിനേഷൻ നമ്പർ ഓഫ് പ്ലാറ്റിനം ഇൻ, സിമ്പിൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലിഗാൻഡ് ഉണ്ടാക്കുന്ന ബോണ്ടുകളുടെ എണ്ണം 4, 2, 6. 2 ഐസോമേഴ്സ് ഉള്ളതാര്? ഇവിടെ 0 ഐസോമേഴ്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞു ക്ലോറിൻ്റെ എണ്ണം നോക്കിക്കേ, ക്ലോറിൻ്റെ എണ്ണം 1നേക്കാൾ കൂടുതലുണ്ടെങ്കിലേ ജോമെട്രിക്കൽ ഐസോമേഴ്സ് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ 2 ടൈപ്പ് ലിഗാൻഡേ ഇല്ല. ഇവിടെയും 5, 1 എന്നാണ് വരുന്നത്. NO2 മൊത്തത്തിൽ ഒരാളാണല്ലോ, അതിൻ്റെ എണ്ണം 1 ഉള്ളൂ. സോ പണി കിട്ടിയോ? ഓക്കെ, വെയിറ്റ്. ഇവിടെയും പറ്റില്ല, കാരണം 5, 1 എന്നാണ് പറയണത്. ഇയാൾക്കും പറ്റില്ല. പക്ഷേ ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ലെങ്കിലും ലിങ്കേജ് ഐസോമറിസം ഉണ്ട്. അതെന്തുകൊണ്ടാണ്? NO2 എന്ന് പറയുന്നത് ഒരു ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് അല്ലേടാ. അപ്പോൾ ആ NO2 എന്ന് പറയുന്ന ആൾക്ക് എന്തായിട്ട് നിൽക്കാം? ONO ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡിൻ്റെ ഡോണർ ആറ്റം ഡിഫറൻ്റ് ആവുക എന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു ലിങ്കേജ് ഐസോമറിസത്തിന് പോസിബിലിറ്റി ഉണ്ട്. ഈ പറഞ്ഞ 4 ആളുകൾക്കും ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നതാണ്. ഓപ്ഷൻ സി. CSO4.5H2 ഒക്കെ ബ്ലൂ കളർ ഉണ്ട്. കറക്റ്റാണ്, ബ്ലൂ വിട്രിയോൾ എന്നതിനെ നമ്മൾ പേര് പറയും. എന്നാൽ ആ വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കളർലെസ് ആണ്. അതെന്തുകൊണ്ടാണ്? വാട്ടർ അവിടെ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ കോർഡിനേറ്റ് ബോണ്ട് വായിച്ചു നോക്ക്. പ്രസൻസ് ഓഫ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. ഇതിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഒന്നും ഇല്ല, വാട്ടറാണ്, വീക്ക് ഫീൽഡാണ്. ആബ്സെൻസ് ഓഫ് വാട്ടർ, DD ട്രാൻസിഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ CuSO4. വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലേ അവിടെ എന്തുള്ളൂ? ലിഗാൻഡ് ഉള്ളൂ. ലിഗാൻഡ് ഉണ്ടെങ്കിലേ അവിടെ T2G EG ഓർബിറ്റൽസ് 2ആയിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോഴേ ഈ അൺപെയ്ഡ് ഇലക്ട്രോണിന് DD ട്രാൻസിഷൻ വഴി കളർ കാണിക്കാൻ പറ്റുള്ളൂ. അൻഹൈഡ്രസ് CSO4 അണ്ടർഗോ DD ട്രാൻസിഷൻ? നോ. അൻഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്തതാണ്. അവിടെ DD ട്രാൻസിഷൻ നടക്കുന്നു എന്നാണ് പറയണേ. നടക്കുകയാണെങ്കിൽ അവിടെ കളർ ഉണ്ടായിപ്പോയില്ലേ? കളർ ഇല്ലല്ലോ. കളർ ഈസ് ലോസ്റ്റ്. കളർ നഷ്ടപ്പെട്ടു, മരിച്ചു. എന്തുകൊണ്ട്? അൺപെയ്ഡ് ഇലക്ട്രോൺ പോയതുകൊണ്ട്. അതൊന്നുമല്ല. വാട്ടർ പോയി എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോൺ പോവോ? ഇല്ലല്ലോ. ഓപ്ഷൻ ബി. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.